ബഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുണ്യപിതാവും സഭൈക്യത്തിന്റെ പ്രവാചകനും പുനരൈക്യത്തിന്റെ ശില്പിയുമായ ധന്യന്മാർ ഇവാനിയൂസ് പിതാവിന്റെ മനോമുഖരത്തിൽ മുട്ടിട്ട് വളർന്നതാണ് ബഥനി. മലങ്കര സഭയിലെ പ്രശ്നകലുഷിതമായ അവസ്ഥയ്ക്കുള്ള പരിഹാരമെന്നവണ്ണം ദൈവിക പദ്ധതിക്ക് അനുസൃതമായി സന്യാസ സമൂഹത്തെ രൂപീകരിക്കാൻ ധന്യന്മാർ ഇവാനിയൂസ് പിതാവ് മുന്നിട്ടിറങ്ങി. ദൈവത്തിനും സഭയ്ക്കും സഭാമക്കൾക്കും വേണ്ടി സ്വയപരിത്യാഗത്തിലൂടെ ആത്മാർപ്പണം ചെയ്യാൻ സന്നദ്ധരാകുന്ന സന്യാസിനി സമൂഹങ്ങൾ മലങ്കര സഭയിൽ സ്ഥാപിക്കുക എന്ന ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് ബഥനി ആശ്രമവും ബഥനി മഠവും. ആയിരത്തി 1915 കൽക്കട്ടയിലെ ബാരിസോളിൽ നിലമൊരുക്കി വിത്ത് വിതച്ച് കേരളത്തിൽ തിരുവല്ലായിൽ തിരുമൂലപുരത്ത് 1920 പറിച്ചു നടപ്പെട്ട് വളർന്നുവന്ന വടവൃക്ഷമാണ് ബഥനി. മലങ്കര സഭയിൽ നിഷിദ്ധമായിരുന്ന സ്ത്രീ സന്യാസത്തിന് 1925 സെപ്റ്റംബർ 21 ബഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപനത്തിലൂടെ ആരംഭം കുറിച്ചു. യേശു സ്നേഹിച്ച ബഥനി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ കാരുണ്യത്തിന്റെയും ആശ്വാസത്തിന്റെയും ഭവനമായി പ്രതിഷ്ഠിക്കപ്പെട്ടു. വ്രതത്രയങ്ങളാൽ സമ്പുഷ്ടമായ സന്യാസ ജീവിതം അതിന്റെ പൂർണ്ണതയിൽ ജീവിച്ച ദൈവസമ്പാദനത്തിന്റെ ആനന്ദം കണ്ടെത്തിയ ബഥനിയിലെ ആദ്യ അംഗങ്ങളായ മദർ ഷൈന, മദർ ഹൂബ, മദർ ദനഹ, മദർ സൽഗ, മദർ മാക്സ, മദർ തൈബൂസ്, മദർ ബാസിം, മദർ സൈബാർ, മദർ ഹൈമനൂസ്, മദർ ത്രിസൂസ് എന്നിവരുടെ ആഴമേറിയതും മാതൃകായോഗ്യവുമായ സന്യാസ ജീവിതം ബഥനിക്ക് അടിസ്ഥാനമിട്ടു. തിരുവല്ല രൂപതയുടെ പ്രഥമ മെത്രാനും ബഥനിയുടെ ഗുരുവുമായിരുന്ന അഭിവന്യ യാക്കോബ് മാർ തെയോഫിലോസ് പിതാവിന്റെ ആത്മീയ നേതൃത്വവും മൺമറഞ്ഞുപോയ വാത്സല്യനിധികളായ ശ്രേഷ്ഠാചാര്യന്മാരുടെ കരുതലും സ്നേഹവും പുണ്യജീവിതം നയിച്ച് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ ശ്രേഷ്ഠ സഹോദരിമാരുടെ മാതൃകാ ജീവിതവും ബഥനിയെ മുന്നോട്ട് നയിച്ചു. തിരുവല്ലയിലും തിരുവനന്തപുരത്തുമായി 2 ഡയോസിഷ്യൻ സമൂഹങ്ങളായി വളർന്നുവന്ന ബഥനി 1956 ആഗസ്റ്റ് 6 പൊന്തിഫിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും തിരുവല്ല, തിരുവനന്തപുരം എന്നീ 2 പ്രോവിൻസുകളായി ഒരു മദർ ജനറലിന്റെ പൊതുഭരണത്തിന് കീഴിൽ സംയോജിക്കുകയും ചെയ്തു. 4 ഭൂഖണ്ഡങ്ങളിലായി വളർന്ന് പന്തലിച്ച് വളർച്ചയുടെ പാതയിൽ തിരുവല്ല, തിരുവനന്തപുരം, ബത്തേരി, പത്തനംതിട്ട, മൂവാറ്റുപുഴ എന്നീ പ്രോവിൻസുകളിലായി ബഥനി സന്യാസിനികൾ ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കുന്നു. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതം പൊതുസമൂഹത്തിന്റെ താൽപര്യങ്ങൾക്ക് വിധേയപ്പെട്ട് സ്ത്രീജനോദ്ധാരണം, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ആതുര സേവനം, മാധ്യമ പ്രേക്ഷിതത്വം തുടങ്ങിയ ശുശ്രൂഷകളിലൂടെ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ സുവിശേഷ വെളിച്ചം ഭൂമിയുടെ അതിർത്തികൾ വരെ പ്രസരിപ്പിക്കാൻ സിസ്റ്റേഴ്സ് നിരന്തരം പരിശ്രമിക്കുന്നു. ബഥനിയുടെ വളർച്ച മലങ്കര സഭയ്ക്ക് നവീനമായൊരു ചൈതന്യം പകർന്നു. ലളിത ജീവിതത്തിലൂടെ, വിവിധ പ്രേക്ഷിത രംഗങ്ങളിലൂടെ, കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ വിശാല സമൂഹത്തിൽ ബഥനി തന്റെ ദൗത്യം തുടരുന്നു. ക്രിസ്തുവിന്റെ സൗഖ്യദായകമായ സാന്നിധ്യം കൊണ്ട് മുറിവേറ്റ മനസ്സുകളെ സുഖപ്പെടുത്തുന്നതിനും കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും മാലാഖമാരായി ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിനും
ക്രിസ്തീയ തത്വങ്ങളും ആദർശങ്ങളും ഇളം തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും സിസ്റ്റേഴ്സ് തന്റെ പ്രവർത്തനങ്ങളെ ഊർജിതപ്പെടുത്തുന്നു. എത്യോപ്യൻ ഗോത്രവർഗ സമൂഹത്തിനിടയിലെ ശുശ്രൂഷകളിലൂടെ ബഥനിയുടെ പ്രേക്ഷിതരംഗം വിശാലമാക്കപ്പെടുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും വ്യക്തിപരവുമായ ജീവിത ചിട്ടകളും മാനവ സംസ്കാരവും പ്രദാനം ചെയ്യുന്നതിനും സിസ്റ്റേഴ്സ് പുലർത്തുന്ന തീക്ഷ്ണമായ സമർപ്പണം ബഥനിക്ക് അഭിമാനിക്കാവുന്ന പ്രേക്ഷിതരംഗമാണ്. സുവിശേഷ പ്രഘോഷണത്തിന് ഏറ്റവും ഫലപ്രദമായ ഉപാധി മാധ്യമങ്ങളാണെന്ന ബോധ്യത്തിൽ അച്ചടി മാധ്യമ സംവിധാനത്തിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സിസ്റ്റേഴ്സിന് സാധിക്കുന്നു. ബഥനിയിലെ ജീവിതം പരിപൂർണ സമർപ്പണത്തിന്റെയും പ്രാർത്ഥനയുടെയും പരസ്പര സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകളായി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന പ്രബുദ്ധരും സമർപ്പണ ബുദ്ധികളുമായ സിസ്റ്റേഴ്സിന്റെ നിറസാന്നിധ്യം ബഥനിയെ സമ്പൽ സമൃദ്ധയാക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ അതിന്റെ തനിമയിലും വ്യക്തിത്വത്തിലും നയിക്കുന്ന ബഥനിയെ ഏറെ കരുതുകയും വാത്സല്യപൂർവ്വം സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വത്സല പിതാവ് അത്യഭിവന്യ മോർ ആൻഡ് മോർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയെയും തിരുവല്ല അതിരൂപതാധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ കുറിലോസ് പിതാവിനെയും സ്നേഹനിധികളായ സഭയിലെ എല്ലാ പിതാക്കന്മാരെയും ഹൃദയപൂർവ്വം സ്മരിക്കുന്നു. ബഥനിയെ ഇന്ന് അതിന്റെ ആദർശത്തിലും നിഷ്ഠയിലും ധീരതയോടെ നയിക്കുന്ന മദർ ജനറൽ, മദർ ആർദ്ര, മദർ പ്രൊവിൻഷ്യൽസ്, ജനറൽ, പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സ്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രേക്ഷിത ശുശ്രൂഷകളിൽ സഹകാരികളായ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ബഥനിയുടെ അഭ്യുദയകാംക്ഷികൾ, ദൈവജനം ഏവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ദൈവസേവനത്തെക്കാൾ അത്യുത്തമം ദൈവസമ്പാദനമെന്ന ധന്യന്മാർ ഈവാനിയോസ് പിതാവിന്റെ ആപ്തവാക്യത്തിൽ അടിയുറച്ച് ബഥനി മക്കൾ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുന്ന ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ ഏറെ കൃതാർത്ഥയായി ബഥനിയും പ്രേക്ഷിത മേഖലകളിലും അന്തസത്തയിലും പുനഃപ്രതിഷ്ഠ നടത്തി ബഥനി തന്റെ ജൈത്രയാത്ര തുടരുന്നു.